ഏറെ നാളായി തുടരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ബി.ജെ.പി. പ്രവേശനം സ്ഥിരീകരിച്ച് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ജെ.എം.എം നേതാവുമായ ചമ്പായി സോറൻ. എന്തുകൊണ്ട് താൻ ബി.ജെ.പി. തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരവും നേതാവ് നൽകുന്നുണ്ട്. ഈ ചോദ്യമാണ് നാനാഭാഗത്തു നിന്നും ഉയരുന്നതും. ഇപ്പോൾ അതിനുള്ള ഉത്തരം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാവ്. ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ ഉൾപ്പെടെ ഊന്നിക്കൊണ്ടായിരുന്നു സോറന്റെ പ്രതികരണം. മോദിയും അമിത്ഷായിലും താൻ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്ന് സോറൻ എടുത്തു പറഞ്ഞു. സന്യാസം സ്വീകരിക്കണമെന്ന തന്റെ ആവശ്യം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ജാർഖണ്ഡിലെ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുവെന്നും സോറൻ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തന്നെക്കാൾ മുതിർന്ന നേതാക്കൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് തന്റെ വേദന അറിയിക്കാൻ കഴിയുന്ന ഒരിടം പാർട്ടിക്കുള്ളിൽ ഇല്ലാതായെന്നാണ് അദ്ദേഹം പറയുന്നത്. 2000-ൽ ബീഹാറിൽ നിന്ന് വേർപെടുത്തിയ ജാർഖണ്ഡിലെ സന്താൽ പർഗാന മേഖലയിൽ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റം വലിയ വെല്ലുവിളിയായി മാറിയെന്നും സോറൻ എടുത്തു പറയുന്നുണ്ട്. കാടിനും ഭൂമിക്കും വെള്ളത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തം ഒരിക്കലും അംഗീകരിക്കാത്ത ധീരന്മാരുടെ പിൻഗാമികളുടെ ഭൂമിയാണ് ഇന്ന് നുഴഞ്ഞുകയറ്റക്കാർ കൈവശപ്പെടുത്തുന്നത് എന്നതിനേക്കാൾ ദൗർഭാഗ്യകരമായ മറ്റെന്തുണ്ട്. അവർ കാരണം ഫൂൽ ജാനോയെ പോലുള്ള ധീരരായ സ്ത്രീകളെ മാതൃകയായി കാണുന്ന നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും അന്തസ്സ് അപകടത്തിലാണ്. ആദിവാസികൾക്കും നാട്ടുകാർക്കും സാമ്പത്തികമായും സാമൂഹികമായും ദ്രോഹമുണ്ടാക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെ തടഞ്ഞില്ലെങ്കിൽ സന്താൽ പർഗാനയിലെ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. പാക്കൂർ രാജ്മഹൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അവരുടെ എണ്ണം ആദിവാസികളെക്കാൾ കൂടുതലാണ്. രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉന്നയിക്കണമെങ്കിൽ മാത്രമേ ആദിവാസികൾക്ക് നിലനിൽപ്പുണ്ടാകൂ. ബി.ജെ.പി. മാത്രമാണ് ഇക്കാര്യത്തിൽ ഗൗരവമായി നടപടികൾ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സോറൻ മറ്റു പാർട്ടികൾ വിഷയം അവഗണിക്കുകയാണ് എന്നും പ്രത്യേകം ചൂണ്ടിക്കാട്ടി. അതിനാൽ ആദിവാസികളുടെ സ്വത്വവും അസ്തിത്വവും സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയുടെയും നേതൃത്വത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് സോറൻ പറഞ്ഞു വയ്ക്കുന്നത്. ആഗസ്റ്റ് 30-ന് നടക്കുന്ന ചടങ്ങിലാകും ചമ്പായി സോറൻ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കുക. ഈ വർഷം ജനുവരിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു പിന്നാലെ രാജിവെച്ചതോടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. എന്നാൽ 4 മാസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറന്റെ മടങ്ങിവരവിനായി അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരികയായിരുന്നു. ജാർഖണ്ഡിന്റെ കടുവ എന്ന വിശേഷണമുള്ള ചമ്പായി സോറൻ ജെ.എം.എമ്മിലെ കരുത്തനായ മൂന്നാമനാണ്. 1990-കളിൽ പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള നീണ്ട പോരാട്ടത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ജാർഖണ്ഡിന്റെ കടുവ എന്ന ബഹുമതി ലഭിച്ചത്. 2000-ൽ ബീഹാറിന്റെ തെക്കൻ ഭാഗത്ത് നിന്നാണ് ജാർഖണ്ഡ് രൂപീകരിച്ചത്. സർക്കാർ സ്കൂളിൽ നിന്ന് മെട്രിക്കുലേറ്റ് നേടിയ അദ്ദേഹം 1991-ൽ അവിഭക്ത ബീഹാറിലെ സറൈക്കേല സീറ്റിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്വതന്ത്ര MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2010 സെപ്റ്റംബർ മുതൽ 2013 ജനുവരി വരെ അർജുൻ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 2019-ൽ ഹേമന്ത് സോറൻ സംസ്ഥാനത്ത് തന്റെ 2ാമത്തെ സർക്കാർ രൂപീകരിച്ചപ്പോൾ ചമ്പായി സോറൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഗതാഗത മന്ത്രിയായി.